ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 3ാം ക്ലാസ്സിൽ EVS ആയിരുന്നു അല്ലേ? എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്? ജങ്ക് ഫുഡും ഫ്രൂട്ട്സും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതണം. പിന്നെ നമുക്കൊരു എക്സ്പീരിമെൻറ്റിൻ്റെ നോട്ട് എഴുതാനുണ്ട്. പിന്നെ നമ്മുടെ 3rd ആക്ടിവിറ്റിയായ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സും ഫുഡ് ഹാബിറ്റ്സും നമുക്ക് എഴുതണം. പിന്നെ ഇന്ന് എടുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, what is our first activity? Write down the conversation between junk food and fruits. ജങ്ക് ഫുഡും ഫ്രൂട്ട്സും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതണം. അപ്പം നമുക്ക് ജങ്ക് ഫുഡിന് ജങ്കു എന്ന് പേര് കൊടുക്കാം, ഫ്രൂട്ട്സിന് ഫ്രൂട്ടി എന്നും പേര് കൊടുക്കാം. അപ്പം ഇന്നത്തെ സംഭാഷണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാം. അപ്പം നമ്മുടെ ജങ്കുവിൻ്റെ കരച്ചിൽ കേട്ട് ഫ്രൂട്ടി എന്താണ് ചോദിച്ചത്? വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്തു പറ്റി? വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാണ് കരയുന്നത്? അപ്പം എന്തായിരിക്കും ജങ്കുവിൻ്റെ മറുപടി? നോബഡി വാണ്ട്സ് മീ നൗ. ഇപ്പം എന്നെ ആർക്കും വേണ്ട, അതുകൊണ്ടല്ലേ കരഞ്ഞത്. അപ്പം എന്തെഴുതാം? നോബഡി വാണ്ട്സ് മീ നൗ. അപ്പം നമ്മുടെ ഫ്രൂട്ടി എന്ത് റിപ്ലൈ ആണ് കൊടുത്തത്? ഓ ദാറ്റ്സ് ഗുഡ്, അത് നന്നായി. നൗ എവരി വൺ വാണ്ട്സ് മീ. ഇപ്പം എന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പം നമ്മുടെ ജങ്കു വിഷമത്തോടെ എന്താ പറഞ്ഞത്? ഇറ്റ്സ് ബീൻ എ വീക്ക് സിൻസ് സമൺ ബോട്ട് മീ. ഒരാഴ്ചയായി എന്നെ ആരെങ്കിലും വാങ്ങിയിട്ട്. അപ്പം നമ്മുടെ ഫ്രൂട്ടി എന്ത് റിപ്ലൈ ആണ് കൊടുത്തിട്ടുണ്ടാവുക? എവരി വൺ നൗ ഈറ്റ്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് തിന്നുന്നത്. ബിക്കോസ് എന്താ കാരണം? അതേഴ്സ് ഹാവ് ടു ബി ആസ് ബ്യൂട്ടിഫുൾ ആസ് വി ആർ. ഞങ്ങളെപ്പോലെ അവർക്കും നല്ല സുന്ദരികൾ ആവണം. അപ്പം നമ്മുടെ ജങ്കുവിന് ഒരു സംശയം. എന്താണ്? ഐ ആം ഓൾസോ ബ്യൂട്ടിഫുൾ. ഞാനും നല്ല ഭംഗിയുണ്ട്. ഐ ഹാവ് ലോട്ട് ഓഫ് കളേഴ്സ്. എനിക്ക് ഒരുപാട് കളേഴ്സും ഉണ്ട്. ആൻഡ് വൈ നോ വൺ ബൈസ് മീ നൗ? എന്നിട്ടും എന്താണ് ആരും എന്നെ വാങ്ങാത്തത്? അപ്പോൾ അതിനുള്ള മറുപടി നമ്മുടെ ഫ്രൂട്ടി കൊടുക്കുകയാണ്. എന്താണ് കാരണം? ദർ ഈസ് എ റീസൺ. എവരി വൺ ഹാസ് നൗ ലേൺ ദാറ്റ് യു ആർ ദ വൺ ഹൂ കോസസ് ഡിസീസസ്. നീ അസുഖങ്ങൾ ഉണ്ടാക്കുന്നവനാണ് എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് നമ്മുടെ ഫ്രൂട്ടി പറയുകയാണ്. അപ്പോൾ ജങ്കു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇഫ് ഐ ഗോ ലൈക്ക് ദിസ് ഐ വിൽ ഹാവ് ടു ലീവ് ദിസ് പ്ലേസ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ഈ സ്ഥലം വിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടി എന്ത് റിപ്ലൈ കൊടുത്തു? ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ആൻഡ് യുവർ ഫാമിലി ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ക്വിക്ക്ലി. നീയും നിൻ്റെ ഫാമിലിയിൽപ്പെട്ട മറ്റുള്ളവരും ഇവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടോ, അതാണ് നല്ലത്. ഇനി ഈ സംഭാഷണത്തിൻ്റെ ബാക്കി എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ജങ്കു അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം ലീവിങ് നൗ. ഞാനിപ്പോൾ പോകുന്നു. ബട്ട് ഐ വിൽ ബി ബാക്ക് സൂൺ. ഞാൻ ഉടനെ തിരിച്ചു വരും. എന്തായാലും തിരിച്ചു വരും. ബിക്കോസ് എന്താ കാരണം? ദീസ് സ്റ്റുപ്പിഡ് പീപ്പിൾ വിൽ സ്റ്റാർട്ട് ബൈയിങ് ആൻഡ് ഈറ്റിംഗ് മീ അഗെയിൻ. ഈ വിഡ്ഢികളായ മനുഷ്യർ എന്നെ വീണ്ടും വാങ്ങാനും കഴിക്കാനും ഒക്കെ തുടങ്ങും എന്ന് ജങ്കു വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടി എന്താ പറഞ്ഞത്? നെവർ. ഇല്ല, ഒരിക്കലുമില്ല. വി വിൽ നോട്ട് അലോ ദാറ്റ്. ഞങ്ങളതിന് അനുവദിക്കില്ല. വി വിൽ മേക്ക് ഷുവർ ദാറ്റ് പീപ്പിൾ ഡു നോട്ട് ഈറ്റ് യു എനിമോർ. നിന്നെ ഒരിക്കലും ഇനി കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഫ്രൂട്ടി പറയുകയാണ്. അപ്പോൾ ജങ്കു പറഞ്ഞു, ഓക്കെ വി വിൽ സീ. എന്നാൽ നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ തന്നെ ലാസ്റ്റ് ആവണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾ നന്നായി മനോഹരമായി ഒരു കോൺവെർസേഷൻ എഴുതുക. ഓക്കെ, ലെറ്റ്സ് ഹാവ് മീൽസ് ടുഗദർ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇറ്റ് വാസ് ആഫ്റ്റർനൂൺ. നേരം ഉച്ചസമയം. രാമു സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹംഗ്രി. രാമുവിന് വിശക്കാൻ തുടങ്ങി. ഹി ഈഗർലി
വെയിറ്റഡ് ഫോർ ദ ബെൽ. അവൻ ബെല്ലടിക്കുന്നത് കാത്തിരുന്നു. ടിങ് ടിങ് ടിങ്. ഹീ സ്പ്രാങ് അപ്പ്. ബെല്ലടിച്ചപ്പോൾ അവൻ ചാടി എണീറ്റു. രാമു ആൻഡ് ഹീസ് ഫ്രണ്ട്സ് മൂവ് ടുവേഴ്സ് ദ ക്യാൻറ്റീൻ. രാമുവും അവൻ്റെ സുഹൃത്തുക്കളും ക്യാൻറ്റീനെ ലക്ഷ്യമാക്കി നടന്നു. രാമു, യു ഡിഡിൻറ്റ് വാഷ് യുവർ ഹാൻഡ്സ്. രാമു, നീ കൈ കഴുകിയില്ലല്ലോ. മണിക്കുട്ടീസ് വേർഡ്സ് റിമൈൻഡഡ് ഹിം ഓഫ് ഇറ്റ്. മണിക്കുട്ടി പറഞ്ഞപ്പോഴാണ് അക്കാര്യം അവൻ ഓർത്തത്. ഹി ഓപ്പൺ ദ ടാപ്പ് ആൻഡ് വാഷ്ഡ് ഹാൻഡ്സ് ആൻഡ് പ്ലേറ്റ്. അവൻ പൈപ്പ് തുറന്ന് അവൻ്റെ കൈയും പ്ലേറ്റും കഴുകി. ദെൻ ഹി സാറ്റ് ഫോർ ലഞ്ച്. അവൻ ഊണ് കഴിക്കാൻ ഇരുന്നു. ഡു യു ഫോർഗെറ്റ് ലൈക്ക് രാമു ടു വാഷ് ഹാൻഡ്സ് ആൻഡ് പ്ലേറ്റ്? രാമു മറന്ന പോലെ നിങ്ങളും മറക്കാറുണ്ടോ കയ്യും പാത്രവും എല്ലാം കഴുകാൻ? ഇല്ല അല്ലേ? വാട്ട് ഈസ് ദ ഹാം ഇഫ് യു ഡു നോട്ട് വാഷ് ഹാൻഡ്സ് ബിഫോർ മീൽസ്? ഭക്ഷണത്തിന് മുമ്പ് കയ്യും പ്ലേറ്റും ഒന്നും കഴുകിയിട്ടില്ലെങ്കിൽ ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ടുവേർഡ്സ് ക്ലീൻലിനെസ്, വൃത്തിയിലേക്ക്. ഈ പിക്ചർ നോക്കൂ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ കുട്ടികളെ എന്തോ എക്സ്പീരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? ഒരു ബക്കറ്റ് കാണുന്നു, ഈ കുട്ടിയുടെ കയ്യിലൊരു മഗ്ഗുണ്ട്, ഇവിടെ 2 ഗ്ലാസ്സൊക്കെ കാണുന്നുണ്ട്, അതിൽ വെള്ളമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ടേക്ക് 3/4 ഓഫ് പ്യുവർ വാട്ടർ ഇൻ എ ബക്കറ്റ്. ബക്കറ്റിൽ 1/4 ഭാഗം വെള്ളം എടുക്കുക. ഫ്രം ദിസ് ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ. ആ ബക്കറ്റിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഒരു ടേബിളിലേക്ക് വയ്ക്കുക. ബിഫോർ ഹാവിംഗ് മീൽസ് ലെറ്റ് ഈച്ച് ഓഫ് യുവർ ക്ലാസ്മേറ്റ്സ് വാഷ് ഹാൻഡ്സ് വിത്ത് ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റ് കുട്ടികളോടൊക്കെ ആ ബക്കറ്റിലെ വെള്ളത്തിൽ കൈയിട്ട് നന്നായി കഴുകാൻ പറയുക. ആഫ്റ്റർ ദിസ് ടേക്ക് ദിസ് വാട്ടർ ഇൻ അനദർ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ. അതിനുശേഷം എല്ലാവരും ആ ബക്കറ്റിലെ വെള്ളത്തിൽ കൈ കഴുകിയ ശേഷം അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതും നമ്മൾ ടേബിളിലേക്ക് മാറ്റി വയ്ക്കുക. നൗ ഒബ്സർവ് ബോത്ത് ദ ഗ്ലാസസ്. അതിനുശേഷം 2 ഗ്ലാസും നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക. നമ്മൾ ആദ്യം ഒരു ഗ്ലാസ്സിലെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? അതും എല്ലാവരും കൈ കഴുകിയ ശേഷമുള്ള ആ വെള്ളവും തമ്മിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക. വാട്ട് ഡു യു ഫൈൻഡ്? നിങ്ങൾ എന്താണ് കണ്ടത്? വൈ ഇസ് ദർ എ കളർ ചേഞ്ച് ഇൻ ദ വാട്ടർ ഇൻ ദ സെക്കൻഡ് ഗ്ലാസ്? രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നോക്കിയപ്പോൾ ഒരു കളർ ചേഞ്ച്, ഒരു കളർ മാറ്റം കണ്ടു. ബിക്കോസ് ദർ ഈസ് സോ മച്ച് ഓഫ് ഡേർട്ട് ദാറ്റ് വി ഡു നോട്ട് സീ, ഇസ്ൻ്റ് ഇറ്റ്? ഒരുപാട് ഡേർട്ട്, ചളി അല്ലേ ഉണ്ട് നമ്മൾ കാണാത്തത്. ഡോണ്ട് യു റിയലൈസ് ദ ഹാം ഇഫ് യു ഡോണ്ട് വാഷ് ഹാൻഡ്സ്? അപ്പം നമ്മൾ കൈ കഴുകിയില്ലെങ്കിൽ അതിൻ്റെ ദോഷം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിൽ യു നൗ ഫോർഗെറ്റ് ടു വാഷ് ഹാൻഡ്സ്? ഇനി നിങ്ങൾ കൈ കഴുകാൻ മറക്കുമോ? ഇല്ല അല്ലേ? ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് ഡൗൺ ദിസ് ഒബ്സർവേഷൻ നോട്ട് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. ഈ ഒബ്സർവേഷൻ നോട്ട് നമുക്ക് എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതണം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു? റൈറ്റ് ഡൗൺ സിമ്പിൾ എക്സ്പീരിമെൻറ്റ്. വാട്ട് ഈസ് ദ ഹാം ഇഫ് യു ഡു നോട്ട് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ മീൽസ്? മെറ്റീരിയൽസ് നീഡഡ്. ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? 1 ബക്കറ്റ് ഓഫ് പ്യുവർ വാട്ടർ, ഒരു ബക്കറ്റ് നിറയെ ശുദ്ധജലം. ദെൻ 2 ഗ്ലാസസ്, 2 ഗ്ലാസുകൾ. ദെൻ പ്രൊസീജിയർ, ചെയ്യുന്ന വിധം. അത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെൻറ്റൻസ് തന്നെ എഴുതിയാൽ മതി. ടേക്ക് 3/4 ഓഫ് പ്യുവർ വാട്ടർ ഇൻ എ ബക്കറ്റ്. ഫ്രം ദിസ് ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ടേബിൾ. ബിഫോർ ഹാവിംഗ് മീൽസ് let each of your classmates wash hands with the water in the bucket. After this, take this water in another glass and place it on the table. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒബ്സർവേഷൻ, നിങ്ങളുടെ കണ്ടെത്തൽ. The water in the second glass has
സം കളർ. രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിന് ഒരു കളർ കണ്ടു. അതല്ലേ നിങ്ങൾ കണ്ടത്? യെസ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻഫറൻസ്. നിങ്ങളുടെ നിഗമനം, നിങ്ങളുടെ കൺക്ലൂഷൻ. ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ കാര്യം. ദ ഡേർട്ട് ഓൺ ദ ഹാൻഡ്സ് മിക്സഡ് ഇൻ ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അപ്പോൾ കയ്യിലുള്ള ആ ഡേർട്ട് ചളിയൊക്കെ എന്ത് ചെയ്തു? ആ ബക്കറ്റിലെ വെള്ളത്തിൽ കലർന്നു. ഇഫ് വി ടേക്ക് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് അവർ ഹാൻഡ്സ് ദ ഡേർട്ട് ഫ്രം ദം വിൽ റീച്ച് അവർ സ്റ്റൊമക്ക് അലോങ് വിത്ത് ദ ഫുഡ്. അതായത് നമ്മൾ കൈ കഴുകാതെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡേർട്ട്, ആ ചളി എല്ലാം എന്താവും? നമ്മുടെ സ്റ്റൊമക്കിൽ എത്തും, നമ്മുടെ വയറ്റിൽ എത്തും. ഇറ്റ് മേ കോസ് സെവറൽ ഡിസീസസ്. ഇത് പല അസുഖങ്ങൾക്കും കാരണമാകും. ഇനി നമുക്ക് വാട്ട് ആർ ദ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് അതൊന്ന് നോക്കാം. ഹെൽത്ത് ഹാബിറ്റ്സ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിലുള്ള അതേ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് ഹാബിറ്റ്സിൽ വരിക എന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ, അതായത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. ഇത് നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 54 അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയത്. അതായത് ഹൈജീൻ അവർ സ്ട്രെങ്ത് എന്ന യൂണിറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഈസി. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ടേക്ക് ബാത്ത് എവറി ഡേ, കട്ട് യുവർ നെയിൽസ്, വാഷ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്, wash hands with soap after using the toilet, brush teeth in the morning and night, wear clean dress, do not throw away waste materials, defecate only in the toilet, pass urine only in the toilet, do not spit in public places. ഇനി നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ് നോക്കൂ, വാഷ് ഹാൻഡ്സ് ബിഫോർ ഫുഡ്. ഭക്ഷണത്തിന് മുന്നേ കൈ കഴുകുക. അത് നമുക്ക് രണ്ടിലും എഴുതാവുന്നതാണ്. യൂസ് പ്യുവർ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. ശുദ്ധജലം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. ഡോണ്ട് ടേക്ക് ഫുഡ് കെപ്റ്റ് ഓപ്പൺ. തുറന്നു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഈറ്റ് എ വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക. അവോയ്ഡ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഡ്രിങ്ക് ലോഡ്സ് ഓഫ് വാട്ടർ. ധാരാളം വെള്ളം കുടിക്കുക. അവോയ്ഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ശീതളപാനീയങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം. ഓക്കെ. രാമു, കം ഫാസ്റ്റ്, വി കൻ സിറ്റ് ടുഗദർ, നാസർ ക്രൈഡ് ഔട്ട്. രാമു, വേഗം വരൂ, നമുക്ക് ഒരുമിച്ചിരിക്കാം, നാസർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. രാമു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വാക്ക് ടു ദ ക്ലാസ്. ക്ലാസ്സിലേക്ക് നടന്നു. തോമസ്, ഖദീജ, മുരളി, റാണി, ഓൾ വർ ദർ. ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ദേ എയ്റ്റ് ഫുഡ് ടുഗദർ. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഓൾ ദ ഫ്രണ്ട്സ് ലൈക്ക് ദ കോക്കനട്ട് ചമ്മന്തി സെൻഡ് ബൈ ഖദീജാസ് മദർ. ഖദീജയുടെ അമ്മ കൊടുത്തുവിട്ട കോക്കനട്ട് ചമ്മന്തി, തേങ്ങ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മുരളി, ഡോണ്ട് വേസ്റ്റ് ഫുഡ്, റാണി റിമൈൻഡഡ്. റാണി മുരളിയെ ഓർമ്മിപ്പിച്ചു. എന്താണ് പറഞ്ഞത്? ഡോണ്ട് വേസ്റ്റ് ഫുഡ്. ഡു ഓൾ മെമ്പേഴ്സ് ഇൻ യുവർ ഹൗസ് ഹാവ് ഫുഡ് ടുഗദർ. നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കാറ്? ഡോണ്ട് യുവർ ഫ്രണ്ട്സ് ഹാവ് ഫുഡ് ടുഗദർ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നിച്ചിരുന്നാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? വിച്ച് ഡു യു ലൈക്ക്, ഈറ്റിംഗ് അലോൺ ഓർ ഈറ്റിംഗ് വിത്ത് അതേഴ്സ്? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ അതോ ഈറ്റിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണോ? വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസസ് വെൻ വി സിറ്റ് ഡൗൺ ടു ഹാവ് ഫുഡ് വിത്ത് മെനി പീപ്പിൾ? ഒരുപാട് പേരുടെ കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന സന്ദർഭങ്ങൾ, ഇൻസ്റ്റൻസസ് ഏതൊക്കെയാണ്? എപ്പോഴാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് എല്ലാവരും കുറേ പേര് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്? ഒന്ന് വെഡ്ഡിങ്, കല്യാണം.
പിന്നെ എപ്പോഴൊക്കെയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ? ബർത്ത്ഡേ സെലിബ്രേഷന്, പിറന്നാൾ ആഘോഷത്തിന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ ഓണം, അതുപോലെ ക്രിസ്മസ്, ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽസിനൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. പിന്നെ ഹൗസ് വാമിങ്, കുടിയിരിക്കൽ, അതിനും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കും.